പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാം തിരുവചനത്തിലൂടെ തൻ്റെ ശിഷ്യരോട് ഇങ്ങനെയാണ് ഈശോ സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോടുകൂടെയുണ്ട്. സമയത്തെയും കാലത്തെയും കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കാം നമ്മളെല്ലാവരും. എന്നാൽ നമുക്കാർക്കും പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു സമയമുണ്ട്. ഇത്രനാൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നമ്മെ വിട്ടുപോകുന്ന സമയം. ആത്മാർത്ഥ സ്നേഹിതരെന്ന് നമ്മൾ വിചാരിക്കുന്നവർ കൂടി നമ്മളെ തള്ളിപ്പറയുന്ന ചില സമയങ്ങൾ. ഇങ്ങനെയുള്ള പല സമയങ്ങളെക്കുറിച്ചും നല്ല ധാരണ ഈശോയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ആരൊക്കെ ഒറ്റിക്കൊടുത്താലും തള്ളിപ്പറഞ്ഞാലും താൻ ഏകനല്ല എന്ന സത്യം ഈശോയ്ക്കറിയാമായിരുന്നു. ഈശോ അപ്പോഴും പറയും, എന്നോടുകൂടെ എൻ്റെ പിതാവുണ്ടെന്ന്. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ ചില സമയങ്ങൾ കടന്നു വരാം. എല്ലാവരും യാത്ര പറഞ്ഞ് അകലുന്ന സമയങ്ങൾ, ആരും മനസ്സിലാക്കാതെ പോകുന്ന ചില സമയങ്ങൾ. അവിടെയെല്ലാം ഈശോയെപ്പോലെ നമുക്കും പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം കർത്താവുണ്ടെന്ന്. കൂടെ വസിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനും അർത്ഥം കൈവരുന്നത്. അവിടുത്തെ സ്നേഹത്തിൽ നിന്നും ഒരു ശക്തിക്കും നമ്മളെ വേർപെടുത്തുവാൻ സാധിക്കില്ല എന്ന ബോധ്യമാണ് നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കേണ്ടത്. ഈ സത്യത്തിലേക്ക് വളരുവാൻ നമ്മുടെ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.